നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. അവധിക്ക് നാട്ടിലെത്തിയവർ മടങ്ങിയെത്താത്ത സാഹചര്യത്തിൽ സൗദിയിലെ ചെറുകിട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവധി ലഭിക്കുന്നില്ലെന്ന് പരാതി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് നേരിട്ട് സൗദിയിലെത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും പ്രവാസികൾ ആവശ്യപ്പെട്ടു. 4ഉം 5ഉം തൊഴിലാളികൾ മാത്രമുള്ള ചെറുകിട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് 2-3 വർഷം കഴിയുമ്പോഴാണ് അവധി ലഭിക്കുക. ഇങ്ങനെ 2019 അവസാനം കേരളത്തിലേക്ക് മടങ്ങിയ നിരവധി ആളുകൾ ഇപ്പോഴും മടങ്ങിയെത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷവും ഈ വർഷവും അവധിക്ക് നാട്ടിൽ പോയി മടങ്ങേണ്ടവർക്ക് പല തൊഴിലുടമകളും അവധി അനുവദിക്കുന്നില്ല. സ്ഥാപനത്തിൽ പകരം ആളില്ലാത്തതാണ് കാരണം. ഇതോടെ 4ഉം 5ഉം വർഷമായി നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരുന്ന നൂറുകണക്കിന് മലയാളികളാണ് സൗദിയിലെ ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്. ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ നവംബർ 1 മിക്കവാറും അന്താരാഷ്ട്ര സർവീസുകൾ തുടങ്ങുന്നുള്ളത്. ഇപ്പോൾ 2 ദിവസം മുമ്പുള്ള ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റിൽ അതും അസ്തമിച്ചു. ആ ഒരു പ്രതീക്ഷയും ജനങ്ങൾക്ക് നിരാശരായി. സോ ഇനിയൊരു പരിഹാരം എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റും ഇതിന് മുൻകൈയെടുത്ത് ഇതിന് പെട്ടെന്നൊരു പരിഹാരം കാണുന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം. തുച്ഛമായ ശമ്പളത്തിന് ഈ ഗസീം പോലുള്ള അഗ്രികൾച്ചർ ബന്ധപ്പെട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഭീമമായ തുക കൊടുത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഇങ്ങോട്ട് വരാമെന്നുള്ളത് അത്ര ഒരു പ്രാക്ടിക്കലും അല്ല. ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകാനോ നാട്ടിൽ നിന്ന് തിരിച്ചു വരാനോ പ്രവാസികൾക്ക് കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അടിയന്തരമായി ഇതിൽ ഇടപെടണം എന്നതാണ് പ്രവാസികളുടെ അഭിപ്രായം. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കേട്ടു. കേരളത്തിൽ വന്ന പ്രവാസികളൊക്കെ ഏകദേശം തിരിച്ചുപോയി എന്ന്. എന്തടിസ്ഥാനത്തിലാണ് അത്തരം ഒരു പ്രസ്താവന എന്ന് ഞങ്ങൾക്കറിയില്ല. ഒരുപാട് ആളുകൾ ഇനിയും തിരിച്ചു വരാനുണ്ട്. ഏകദേശം 3-4 വർഷത്തോളമായി നാട്ടിൽ പോകാൻ കഴിയാത്ത ഒരുപാട് പ്രവാസികൾ ഇവിടെ ഉണ്ട്. നാട്ടിൽ പോയവർ മടങ്ങിയെത്താതെ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് അവധി അനുവദിക്കണമെങ്കിൽ സ്ഥാപനം പൂട്ടിയിടേണ്ടി വരും. ഇതോടെ സ്ഥാപനം തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യ അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ച ഇന്ത്യക്കാർക്ക് നേരിട്ട് സൗദിയിലെത്താൻ അവസരമൊരുക്കണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. ബുറൈദയിൽ നിന്ന് മിഥിലാജ് വലിയന്നൂരിനൊപ്പം നസ്രുദ്ദീൻ വിജയ്, 24. വിദേശ ഉംറ തീർത്ഥാടകർക്ക് സൗദിയിൽ എവിടെയും ഇറങ്ങാൻ അനുമതി നൽകി. ഇത് സംബന്ധമായ നിർദ്ദേശം സൗദിയിലെ വിമാനത്താവളങ്ങൾക്കും സ്പോട്ടുകൾക്കും കര അതിർത്തികൾക്കും ലഭിച്ചു. വിദേശ ഉംറ തീർത്ഥാടകർക്ക് അറാർ പോർട്ട് ഒഴികെ സൗദിയിലെ ഏത് പ്രവേശന കേന്ദ്രങ്ങൾ വഴിയും സൗദിയിലേക്ക് വരാമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. വിമാനമാർഗമോ കപ്പൽ മാർഗമോ റോഡ് മാർഗമോ ഉംറ നിർവഹിക്കാനെത്തുന്നവർക്ക് രാജ്യത്ത് എവിടെയും ഇറങ്ങാം. വിദേശ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ നിർദ്ദേശിച്ചുകൊണ്ട് സൗദിയിലെ വിമാനത്താവളങ്ങൾക്കും സീപോർട്ടുകൾക്കും കര അതിർത്തികളിലെ ചെക്ക് പോയിന്റുകൾക്കും മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുൽ അസീസ് വസാൻ സർക്കുലർ അയച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ മാർഗങ്ങളും സ്വീകരിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകി. ജിദ്ദ, മദീന വിമാനത്താവളങ്ങൾ വഴിയാണ് നിലവിൽ ഹജ്ജ് ഉംറ തീർത്ഥാടകരിൽ കൂടുതലും ഇപ്പോൾ സൗദിയിലെത്തുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഭൂരിഭാഗവും ഹറം പള്ളികളിൽ പിൻവലിച്ചിട്ടുണ്ട്. പള്ളികളുടെ മുഴുവൻ ശേഷിയിലും ഇപ്പോൾ തീർത്ഥാടകർക്ക് പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. സാമൂഹിക അകലം പാലിക്കാതെയാണ് പ്രാർത്ഥന നിർവഹിക്കുന്നത്. എന്നാൽ 2 ഡോസ് വാക്സിൻ എടുക്കുക, മാസ്ക് ധരിക്കുക തുടങ്ങിയ മാനദണ്ഡങ്ങൾ തീർത്ഥാടകർ പാലിക്കണം. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. സൗദിയിൽ പ്രവാസികളുടെ ഇഖാമ 3 മാസത്തേക്ക് പുതുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇഖാമ ഫീസും ലെവിയും 3 മാസത്തേക്ക് മാത്രം അടയ്ക്കാനുള്ള സൗകര്യം ബാങ്കുകൾ സജ്ജീകരിച്ചു. കുടുംബമായി താമസിക്കുന്നവർക്കും ചെറുകിട സ്ഥാപനങ്ങൾക്കും ഏറെ ആശ്വാസമാണ് പുതിയ തീരുമാനം. വിദേശ തൊഴിലാളികളുടെയും ആശ്രിത വിസയിലുള്ളവരുടെയും ഇഖാമ 1 വർഷത്തിന് പകരം 3 മാസത്തേക്ക് മാത്രം ഇഷ്യൂ ചെയ്യാനും പുതുക്കാനുമുള്ള സൗകര്യമാണ് സൗദി ഒരുക്കിയിരിക്കുന്നത്. ഓൺലൈൻ പോർട്ടലുകളായ ഖിവ, അബിഷിർ ബിസിനസ്, മുഖൈം എന്നിവയിലെല്ലാം ഇതിനുള്ള സൗകര്യമൊരുക്കും. 3 മാസത്തേക്കോ 6 മാസത്തേക്കോ 9 മാസത്തേക്കോ ഇഖാമ പുതുക്കാനും ഇഷ്യൂ ചെയ്യാനുമുള്ള സൗകര്യമുണ്ട്. ഈ കാലയളവിനനുസരിച്ച് മാത്രം ഫീസ് അടക്കാനുള്ള സൗകര്യം സൗദിയിലെ ബാങ്കുകളും സജ്ജീകരിച്ചു. ലെവി, ലേബർ കാർഡ് ഫീ, ഇഖാമ ഫീസ്, ഇഖാമ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഫീസ് എന്നിവ ഇതിനനുസരിച്ച് മാത്രം അടച്ചാൽ മതി. വിദേശ തൊഴിലാളികൾക്കും സൗദിയിലെ ചെറുകിട സ്ഥാപനങ്ങൾക്കും കുടുംബത്തോടൊപ്പം സൗദിയിൽ കഴിയുന്നവർക്കും ഏറെ ആശ്വാസമാണ് 3 മാസത്തേക്ക് ഇഖാമ ഇഷ്യൂ ചെയ്യാനും പുതുക്കാനുമുള്ള സംവിധാനം. എന്നാൽ വീട്ടുവേലക്കാർ, ഹൗസ് ഡ്രൈവർമാർ തുടങ്ങിയ ഗാർഹിക തൊഴിലാളികൾക്ക് ഈ സൗകര്യം ലഭിക്കില്ല. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. സൗദിയിൽ ഇന്ന് 46 കോവിഡ് കേസുകളും 1 മരണവും റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ചട്ടലംഘനങ്ങൾക്ക് സൗദിയിൽ ഒരാഴ്ചക്കിടെ 742 കേസുകൾ രജിസ്റ്റർ ചെയ്തു.
24 മണിക്കൂറിനിടെ സൗദിയിൽ 35,972 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 46 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 0.13% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 36 പേർ രോഗമുക്തി നേടിയപ്പോൾ ഒരു കോവിഡ് മരണം മാത്രമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ 5,48,617, രോഗമുക്തി നേടിയവർ 5,37,570, മരണസംഖ്യ 8,794 2253 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഇതിൽ 61 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദിൽ 13, ജിദ്ദയിൽ 11, മദീനയിൽ 4, മക്കയിൽ 3, ദമാമിൽ 1 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. അതേസമയം കോവിഡ് ചട്ടലംഘനങ്ങൾക്ക് സൗദിയിൽ ഒരാഴ്ചക്കിടെ 742 കേസുകൾ രജിസ്റ്റർ ചെയ്തു. റിയാദിൽ 270, മക്കയിൽ 208, മദീനയിൽ 80, കിഴക്കൻ പ്രവിശ്യയിൽ 65, ഹായിലിൽ 55, തബൂക്കിൽ 40 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതും 2 ഡോസ് വാക്സിൻ എടുക്കാതെ പൊതു ഇടങ്ങളിൽ പ്രവേശിച്ചതും ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. വാക്സിൻ എടുക്കാത്തവർക്ക് പ്രവേശനം നൽകിയ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. അതേസമയം കോവിഡ് വാക്സിന്റെ 2ാമത്തെ ഡോസ് എടുത്ത് 6 മാസം പൂർത്തിയായവർ 3ാമത്തെ ഡോസ് എടുക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം രാജ്യത്തെ സ്വദേശികളോടും വിദേശികളോടും ആവശ്യപ്പെട്ടു. 24 ജിദ്ദ. കുവൈത്തിൽ വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ വീണ്ടും കുറവ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 25 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 4,12,678 ആയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 31 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. ഇന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 21,057 പുതിയ കോവിഡ് ടെസ്റ്റുകൾ നടത്തി. 360 പേർ ചികിത്സയിലും 7 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. 0.12% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കെന്നും അധികൃതർ അറിയിച്ചു. സൗദിയിലെ ബിനാമി ബിസിനസ്സുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് കനത്ത വെല്ലുവിളിയാണെന്ന് ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സ് അഭിപ്രായപ്പെട്ടു. ബാർബർ ഷോപ്പുകൾ, ഗ്രോസറി കടകൾ തുടങ്ങിയ മേഖലകളിലാണ് പദ്ധതി നടപ്പിലാക്കാൻ ഏറെ പ്രയാസം. അടുത്ത ഫെബ്രുവരി 16-നകം ബിനാമി ബിസിനസ്സുകളുടെ പദവി ശരിയാക്കണമെന്നാണ് സൗദി വാണിജ്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. വാണിജ്യ മേഖലയിലെ ബിനാമി ഇടപാടുകളുടെ വ്യാപ്തി വളരെ കൂടുതലാണെന്നും ചില മേഖലകളിൽ 100% ബിനാമി ഇടപാടുകളാണ് നടക്കുന്നതെന്നും ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സ് ദേശീയ വാണിജ്യ സമിതി അധ്യക്ഷൻ ഹാനി അൽ അഫാലിഖ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ബിനാമി ഇടപാടുകളുള്ളത് ബാർബർ ഷോപ്പുകളിലും ചെറിയ പലചരക്ക് കടകളിലും അഥവാ ബകാലകളിലും ഹൈവേകളിലെ പെട്രോൾ സ്റ്റേഷനുകളിലുമാണ്. ചില ബിനാമി ഇടപാടുകൾ പാടെ ഇല്ലാതാക്കാൻ സമയമെടുക്കും. എല്ലാ മേഖലകളിലുമുള്ള ബിനാമി സ്ഥാപനങ്ങളുടെ പദവി ശരിയാക്കൽ സമയപരിധിക്കുള്ളിൽ വെല്ലുവിളിയാണെന്നും ഹാനി അൽ അഫാലിഖ് പറഞ്ഞു. 2022 ഫെബ്രുവരി 16 ബിനാമി ഇടപാടുകൾ നിയമാനുസൃതമാക്കാൻ അനുവദിച്ച സമയപരിധി. ഇതിനകം സൗദികളുടെ പേരിൽ വിദേശികൾ നടത്തുന്ന ബിനാമി ബിസിനസ്സുകളെല്ലാം വിദേശികൾ സ്വന്തം പേരിലാക്കുകയോ ഒഴിവാക്കുകയോ വേണം. സ്വന്തം പേരിലാക്കാൻ നിക്ഷേപക ലൈസൻസോ പ്രിവിലേജ് ഇഖാമയോ കരസ്ഥമാക്കുകയും നിശ്ചിത മൂലധനം കാണിക്കുകയും വേണം. നിയമലംഘകർക്ക് 5 വർഷം വരെ തടവും 50 ലക്ഷം റിയാൽ വരെ പിഴയുമാണ് ലഭിക്കുന്ന ശിക്ഷ. കൂടാതെ ലൈസൻസ് റദ്ദു ചെയ്യുകയും സമാനമായ ബിസിനസ് നടത്താൻ 5 വർഷം വരെ വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. വിദേശികളെ നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ദേശീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് നൈജീരിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷനും സംയുക്തമായി സാംസ്കാരിക സമ്മേളനവും കലാവിരുന്നും സംഘടിപ്പിച്ചു. നൈജീരിയയിലെ ലാഗോസ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസും ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷനും സംയുക്തമായി ദേശീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും കലാവിരുന്നും സംഘടിപ്പിച്ചു. ലാഗോസ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് സഞ്ജയ് ജെയിൻ അധ്യക്ഷത വഹിച്ചു. നൈജീരിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഹെഡ് ഓഫ് ചാൻസലർ ശ്രീ രജത് റാവത്ത് മുഖ്യാതിഥിയായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യത്തിനു നൽകിയ സംഭാവന വിലയേറിയതാണെന്ന് അദ്ദേഹം മുഖ്യ സന്ദേശത്തിൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് കരസ്ഥമാക്കിയ ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷനെ അദ്ദേഹം അഭിനന്ദിച്ചു. 50 വർഷത്തെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് അവാർഡെന്ന് ICA President Chief Sanjay Jain 24-നോട് പറഞ്ഞു. I must say that the entire Indian community is rejoicing with us as this is historic, as it is first time to Nigeria and as it is coming through Indian Cultural Association who has completed glorious 50 years in Nigeria for doing the services to the less privileged and organizing the cultural events. നിരവധി കലാകാരന്മാർ ചേർന്നൊരുക്കിയ കലാവിരുന്നും
പുതുക്കിയ ICA വെബ്സൈറ്റിന്റെ ലോഞ്ചും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ആഘോഷങ്ങളും ഒത്തുചേരലും മടങ്ങി വരുന്നതിന്റെ സൂചനകളാണ് ഇത്തരം ആഘോഷ പരിപാടി. നൈജീരിയയിൽ നിന്നും ക്യാമറ പേഴ്സൺ സിദ്ധാർത്ഥിനൊപ്പം ബ്ലസൻ ചെറുവക്കൽ, 24. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി കുവൈത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റ് സംഘടിപ്പിച്ച രംഗോലി മത്സരത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 10 ടീമുകൾ പങ്കെടുത്ത എല്ലാവരും മികച്ച പ്രകടനം നടത്തിയതായി ജൂറി വിലയിരുത്തി. 1, 2, 3 സ്ഥാനങ്ങളിലെ വിജയികളെ തെരഞ്ഞെടുത്തു. പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി. ലുലു ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ലുലു മാനേജ്മെന്റ് പ്രതിനിധികളും സമൂഹത്തിന്റെ നാനാതുറയിലുള്ള നിരവധി പേരും പങ്കെടുത്തു. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 60ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യയുടെയും കുവൈത്തിന്റെയും ദേശീയ പതാകകൾ കുവൈത്ത് ടവറിൽ ഒരുമിച്ച് തെളിഞ്ഞു. പരസ്പര വിശ്വാസം, സഹകരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യൻ സ്ഥാനപതി പ്രകടിപ്പിച്ചു. കുവൈത്ത് ടവറിൽ ദേശീയ ത്രിവർണ്ണ പതാക പ്രദർശിപ്പിക്കുന്നത് ഇന്ത്യ ദേശീയ ഐക്യദിനം ആഘോഷിക്കുന്ന വളരെ സവിശേഷമായ ദിവസമാണെന്നും ഇന്ത്യൻ സ്ഥാനപതി ചൂണ്ടിക്കാട്ടി. എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധങ്ങളിലെ നിരന്തരമായ പുരോഗതിക്കും വിലയേറിയ പിന്തുണയ്ക്കും സംഭാവനകൾക്കും കുവൈത്ത് നേതൃത്വത്തിനും കുവൈത്തിലെ ജനങ്ങൾക്കും സ്ഥാനപതി നന്ദി പ്രകടിപ്പിച്ചു. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. 42 ലക്ഷം വിദ്യാർത്ഥികളാണ് നാളെ സ്കൂളിലെത്തുക. വിദ്യാഭ്യാസ രംഗത്ത് ഉണർവുണ്ടാകുന്ന പ്രധാന ദിനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വെള്ളപ്പൊക്ക ബാധിത മേഖലകളിലെ സ്കൂളുകൾ ഒഴികെ മറ്റെല്ലാ സ്കൂളുകളും നാളെ തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അറിയിച്ചു. 1.5 വർഷമായി അടഞ്ഞുകിടന്ന സ്കൂളുകളാണ് നാളെ തുറക്കുന്നത്. അണുനശീകരണം നടത്തുകയും പരിസരം വൃത്തിയാക്കിയും സ്കൂളുകൾ നേരത്തെ തന്നെ തയ്യാറെടുത്തിരുന്നു. ഇന്ന് അവസാനവട്ട തയ്യാറെടുപ്പുകളായിരുന്നു. അധ്യാപകരും അനധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരുമൊക്കെ ശുചീകരണത്തിൽ പങ്കെടുത്തു. ഒരു ക്ലാസ്സിൽ 30 കുട്ടികളെന്ന രീതിയിലാണ് ക്രമീകരണം. പ്രവേശനോത്സവം നടത്തിയാണ് കുട്ടികളെ സ്കൂളുകളിലേക്ക് വരവേൽക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഉണർവുണ്ടാകുന്ന പ്രധാന ദിനമാണ് നാളെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുക സാധാരണഗതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. കാരണം അവരുടെ വളർച്ചയുടെ നാളുകളാണ്. ആ വളർച്ചയുടെ നാളുകളിൽ പൂർണ്ണമായി സ്തംഭിച്ചു പോയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. സ്കൂളുകൾ തുറക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 15 കുട്ടികളെ വീതം ഗ്രൂപ്പുകളാക്കി അധ്യാപകന് ചുമതല നൽകിയാകും പ്രവർത്തനം. സ്കൂൾ തുറക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട അക്കാഡമിക് മാർഗനിർദ്ദേശങ്ങളും അത് പരിപൂർണമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചെന്ന് പറയുന്നതിന് വേണ്ടി കഴിയും. നാളെ മുതൽ 2 ആഴ്ച കുട്ടികളെ സ്കൂളുകളുമായി കൂടുതൽ അടുപ്പിക്കാനുള്ള പ്രവർത്തനമാകും ഉണ്ടാകുക. ഹാജരും യൂണിഫോമും നിർബന്ധമല്ല. വാക്സിൻ എടുക്കാത്ത 2282 അധ്യാപകരോട് തൽക്കാലം സ്കൂളിൽ വരേണ്ടതില്ലെന്ന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മുല്ലപ്പെരിയാറിൽ റൂൾ കർവ് പാലിക്കുന്നതിൽ തമിഴ്നാടിന് ഗുരുതര വീഴ്ചയെന്ന് കേരളം. സ്പിൽവേയിലൂടെ കൂടുതൽ ജലം പുറത്തേക്കൊഴുകാൻ അനുകൂല സാഹചര്യമുണ്ടായിട്ടും തയ്യാറായില്ല. 2974 ഘനയടി വെള്ളം പുറത്തേക്കൊഴുകിയിട്ടും അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ കുറവ് മാത്രമാണ് ഉണ്ടായത്. തമിഴ്നാടിന്റെ വീഴ്ച സുപ്രീംകോടതിയെ കൃത്യമായി അറിയിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. നിലവിലെ റൂൾ കർവ് പ്രകാരം ഒക്ടോബർ 31 വരെ മുല്ലപ്പെരിയാറിൽ സംഭരിക്കാൻ കഴിയുന്ന പരമാവധി വെള്ളത്തിന്റെ അളവ് 138 അടിയാണ്. ഡാം തുറക്കുന്നതിന് മുമ്പേ ഈ പരിധി മറികടന്നിരുന്നു. 4 ദിവസം പിന്നിടുമ്പോൾ 6 ഷട്ടറുകൾ ഉയർത്തി. സെക്കൻഡിൽ 2974 ഘനയടി വെള്ളമാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കുന്നത്. എന്നിട്ടും ജലനിരപ്പ് 138 അടിയാക്കി നിജപ്പെടുത്താൻ തമിഴ്നാടിന് കഴിഞ്ഞിട്ടില്ല. പെരിയാറിലേക്ക് പരമാവധി വെള്ളം ഒഴുക്കാമെന്ന് കേരളം തമിഴ്നാടിനെ പലതവണ അറിയിച്ചിരുന്നു. സെക്കൻഡിൽ 7000 ഘനയടി വെള്ളം തുറന്നുവിട്ടാൽ വേണ്ടിവരുന്ന മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയാണ് 139.5 വരെ 1 തൊട്ട് 10 വരെ ലെവൽ ഉയർത്തി നിർത്താനും 10 ശേഷം നമ്മുടെ കേസ് പരിശോധിക്കാമെന്നും പറഞ്ഞത്. അപ്പോൾ നേരത്തെ റൂൾ കർവായ 138 തന്നെ തുടരുക എന്നുള്ളത് കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇന്ന് രാത്രി 12-ന് മുമ്പ് 138 ആകുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിലിപ്പോൾ ഇത്രത്തോളം ആയിട്ടുള്ളൂ. അത് നമ്മൾ കോടതിയിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യും. റൂൾ കർവ് പാലിക്കാൻ കൂടുതൽ ജലം ഒഴുക്കണമെന്ന് അണക്കെട്ടിന്റെ ചുമതലയുള്ള തമിഴ്നാട് പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയറോട് വീണ്ടും ആവശ്യപ്പെട്ടു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും പി പ്രസാദും അണക്കെട്ടിൽ നേരിട്ടെത്തി. 6 ഷട്ടറുകൾ ഉയർത്തി പെരിയാറിലേക്ക് വെള്ളമൊഴുക്കിയിട്ടും ജലനിരപ്പ് ഉയർന്നത് 3 അടി മാത്രമാണ്.
ഇത് തീരദേശത്തെ ആളുകൾക്ക് ആശ്വാസമായി. ക്യാമറമാൻ സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 തേക്കടി. ശ്രീലങ്കൻ തീരത്ത് തുടരുന്ന ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കാസർഗോഡ് ഒഴികെയുള്ള 13 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ മുതൽ ബുധൻ വരെ കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലും വ്യാഴാഴ്ച 13 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. ഇടിമിന്നലിനൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പുലർത്തണം. കേരള തീരത്ത് നിന്ന് ബുധനാഴ്ച വരെയും ലക്ഷദ്വീപ് തീരത്ത് നിന്ന് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ജോസ് കെ മാണി രാജിവെച്ച രാജ്യസഭാ സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നവംബർ 29-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അന്ന് തന്നെ വോട്ടെണ്ണലും നടക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നവംബർ 9-ന് പുറപ്പെടുവിക്കും. 2024 ജൂലൈ 1 വരെയാകും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ കാലാവധി. രാജ്യസഭാ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന്റേത് തന്നെയാണ്. LDF-യുമായി ആലോചിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെയും LDF-ൻ്റെയും പ്രഖ്യാപനം ഉചിതമായ സമയത്തുണ്ടാകും. ഞാനത് സൂചിപ്പിച്ചല്ലോ, കേരള കോൺഗ്രസ് പാർട്ടി പ്രതിദാനം ചെയ്ത ഒരു രാജ്യസഭാ സീറ്റിൻ്റെ ഒഴിവാണല്ലോ വന്നിരിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് പാർട്ടിയിൽ ആലോചിച്ച് ഉചിതമായ സമയത്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. രാജ്യസഭാ സീറ്റിലേക്ക് കോൺഗ്രസ് മത്സരിക്കുമെന്നും ഏകപക്ഷീയമായ മത്സരമായിരിക്കില്ലെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരൻ പ്രതികരിച്ചു. ചെറിയാൻ ഫിലിപ്പ് സ്ഥാനാർത്ഥിയാകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. മത്സര രംഗത്ത് സ്വാഭാവികമായി മുന്നണികൾ ഉണ്ടാവില്ലേ? ജയോ തോൽവിയോ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് രാജ്യസഭയിൽ ഇലക്ഷൻ വരുമ്പോൾ UDF എങ്ങനെയാണ് മത്സരിക്കാതിരിക്കുക? മത്സരം എന്ന് പറയുന്നത് പോളിറ്റിക്സ് ആണ്. പോളിറ്റിക്സിൻ്റെ അകത്ത് മത്സരമാണ്. ഏകപക്ഷീയമായ വിജയം കൊടുക്കാൻ ആരും സമ്മതിക്കാറില്ല. പരമ്പരാഗതമായി നമ്മൾ തോക്കുന്ന സീറ്റിലായാലും തോക്കുന്ന മറ്റു സ്ഥാനങ്ങളിലായാലും മത്സരം ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് ജനാധിപത്യത്തിൻ്റെ പവിത്രതയ്ക്ക് അനിവാര്യമാണ്. അതല്ല അന്ന് തീരുമാനിക്കേണ്ടത്, ഇന്ന് തീരുമാനിക്കുന്നില്ല. ജയിൽ മോചിതനായ ബിനീഷ് കോടിയേരി തിരുവനന്തപുരത്തെ വീട്ടിലെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ബിനീഷിനെ സ്വീകരിക്കാൻ നിരവധി സുഹൃത്തുക്കൾ എത്തിയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും സത്യത്തെ മൂടിവെക്കാൻ കാലത്തിനാവില്ലെന്നും ബിനീഷ് പറഞ്ഞു. 1 വർഷത്തിന് ശേഷം മകനെ കണ്ടതിൽ ആശ്വാസമുണ്ടെന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. രാവിലെ 10:30-ഓടെയാണ് ബിനീഷ് കോടിയേരി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. സുഹൃത്തുക്കൾ പൂമാലയിട്ട് സ്വീകരിച്ചു. പറയാനുള്ളതെല്ലാം പറയുമെന്നും ഭീഷണിക്ക് വഴങ്ങാത്തതിന്റെ പേരിൽ സംഭവിച്ചതാണ് കേസെന്നും ബിനീഷ് കോടിയേരി. സത്യം എന്നത് മൂടിവെക്കുകയും വികൃതമാക്കുകയും ചെയ്യാം. പക്ഷേ കാലം എന്നൊന്നുണ്ടല്ലോ, കാലത്തോട് സത്യം ചേർന്ന് നിൽക്കുകയും അത് ചേർത്ത് പിടിക്കുകയും ചെയ്യും, നീതി പുലർത്തുകയും ചെയ്യും. മരുതൻകുഴിയിലെ വീട്ടിലെത്തിയ ബിനീഷിനെ കോടിയേരി ബാലകൃഷ്ണനും കുടുംബാംഗങ്ങളും സ്വീകരിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞാണെങ്കിലും ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വീണ്ടും CPIM സംസ്ഥാന സെക്രട്ടറി ആകുന്ന കാര്യം അദ്ദേഹം നിഷേധിച്ചുമില്ല. ആദ്യമായി ഒരു കൊല്ലത്തിന് ശേഷം കണ്ടു എന്നുള്ളതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. അതൊരു പ്രധാന പ്രശ്നമല്ല. പാർട്ടിക്ക് ഏത് സമയത്ത് തീരുമാനിക്കുന്നത് മാത്രമേ. ഇതൊക്കെ നേരത്തെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ സാധൂകരിക്കപ്പെടുന്ന വിധത്തിലാണ് ഇപ്പോൾ സംഭവങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നിരിക്കുന്നത്. സഹോദരൻ ബിനോയ് കോടിയേരിയും അടുത്ത സുഹൃത്തുക്കളും ബാംഗ്ലൂരിൽ നിന്നും ബിനീഷിന് ഒപ്പമുണ്ടായിരുന്നു. പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് ഇന്നലെയാണ് ബിനീഷ് മോചിതനായത്. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു.